سجن النقب سجن غوانتنامو. كل شيء لا يتصوره العقل، قتل، ضرب، جوع، فقر، مرض، 2000 أسير، أمراض مزمنة جدا، أمراض قوية جدا، وضعهم سيء جدا. لهم الله، أنا فرقتهم على اليوم لو متنا مع بعض. ان شاء الله بروحوا سالمين غانمين ان شاء الله. يا رب يروحوا يا رب. جعانين مش أكل، ما حدا بيطلع علينا. ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്കുമേൽ അല്പമെങ്കിലും ശങ്ക ബാക്കി നിൽക്കുന്നവരുണ്ടെങ്കിൽ കാണുക മസാസ് ഉബൈദത്ത് എന്ന 37-കാരനെ. വിരിഞ്ഞ നെഞ്ചും ഉറച്ച മസിലുകളും ഉണ്ടായിരുന്ന ഒരു ബോഡി ബിൽഡറായിരുന്ന കരുത്തുറ്റ ചെറുപ്പക്കാരനെ കാണുക. ശരീരമാകെ മെലിഞ്ഞ് മസിലുകളെല്ലാം വാർന്നൊഴിഞ്ഞ് വിറച്ച് പരസഹായമില്ലാതെ ഒരടി പോലും വെക്കാനാവാതെ അയാൾ നടന്നു വരുന്നത് കാണുക. ശൂന്യതയിലേക്ക് കണ്ണും നട്ട് അയാൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ പോലും അവ്യക്തമാണ്. ഭീതി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടു നിൽക്കുന്നവരെ പോലും വല്ലാതെ അസ്വസ്ഥമാക്കും. 9 മാസത്തെ ഇസ്രായേൽ ജയിൽവാസം അയാളെ ആക്കി തീർത്തതാണിങ്ങനെ. ഒക്ടോബറിലാണ് ഉബൈദത്തിനെ സയനിസ്റ്റ് സൈന്യം അറസ്റ്റ് ചെയ്യുന്നത്. 2 കൈകളുടെ ചലനശേഷിയും നഷ്ടമായിരിക്കുന്നു ഉബൈദത്തിന്. ഏറെക്കുറെ ഓർമ്മശേഷിയും നഷ്ടമായതായി കുടുംബാംഗങ്ങൾ പറയുന്നു. പട്ടിണിക്കിടൽ, കൊടും ചൂടിലും തണുപ്പിലും അടച്ചിടൽ, വൈദ്യുതാഘാതമേൽപ്പിക്കൽ, വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കൽ, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കൽ, തൂണിൽ കൈകാലുകൾ ബന്ധിപ്പിച്ച് മർദ്ദിക്കൽ തുടങ്ങി US-ന്റെ കുപ്രസിദ്ധ തടവറയായ ഗോണ്ടനാമോ മാതൃകയിലുള്ള പീഡന മുറകളാണ് സയനിസ്റ്റുകൾ ഫലസ്തീനികളോട് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. താൻ അനുഭവിച്ച വാക്കുകൾക്കതീതമായ അതിഭീകര ക്രൂരതകളെക്കുറിച്ച് മുറിഞ്ഞു വീഴുന്ന വാക്കുകളിൽ ഉബൈദത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അൽ നഖബ് തടവറ ഒരു ഗോണ്ടനാമോ പോലെയായിരുന്നു. മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരതകൾ, കൊലപാതകം, മർദ്ദനം, പട്ടിണി, രോഗം, 2000-ഓളം മനുഷ്യർ, പലർക്കും ഗുരുതരമായ രോഗങ്ങൾ, അതിഗുരുതരമായ രോഗങ്ങൾ, സങ്കല്പിക്കാനാവാത്ത അവസ്ഥ. അവർക്ക് അള്ളാഹു മാത്രമേയുള്ളൂ. രോഷവും നിസ്സഹായതയും നിറഞ്ഞ വാക്കുകളിലേക്ക് ഇതുകൂടി അയാൾ ചേർത്തു വയ്ക്കുന്നു: ഞാൻ അവരെ വിട്ടുപോന്നിരിക്കുന്നു. ഞങ്ങളുടെ മരണവും ഒന്നിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. 5 മക്കളുടെ പിതാവാണ് ഈ ചെറുപ്പക്കാരൻ. ഉബൈദത്ത് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായതായി ഫലസ്തീൻ തടവുകാർക്കായുള്ള NGO ഫലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി ചൂണ്ടിക്കാട്ടുന്നു. അത്യന്തം ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലാണ് ഉബൈദത്ത് എന്നും അവർ പറയുന്നു. നേരത്തെയും ഇയാളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 മാസമായി ഫലസ്തീനിൽ ഇസ്രായേൽ സൈന്യം നടത്തിവരുന്നത് എല്ലാ രാജ്യാന്തര മര്യാദകളും ലംഘിച്ചുള്ള ക്രൂരമായ ആക്രമണമാണ്. അതിനൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്നുൾപ്പെടെ ഫലസ്തീനികളെ നിയമവിരുദ്ധമായി പിടികൂടി കൊണ്ടുപോകുന്നുമുണ്ട്. ഒക്ടോബർ 8 മുതൽ 10,000-ഓളം പേരെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. കുട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെയെല്ലാം കൊടിയ മർദ്ദനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കുമാണ് ഇസ്രായേൽ സൈന്യം ഇരയാക്കുന്നത്.